എല്ലാവരും എന്തെടുക്കുവാണോ? എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ? ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര തിരക്കായിരിക്കും. എന്താ വെച്ചാൽ വെയിലൊക്കെ ഉണ്ട്, എല്ലാവർക്കും തുണി ഉണക്കും ബഹളവും ഒക്കെ ആയിരിക്കും അല്ലേ. പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ടൊന്നുമില്ല. നാളെ മുതൽ ജോലിക്ക് പോവുകയാണ്. നാളെ രാവിലെ പോകണം. 5:50 ട്രെയിനിന് എറണാകുളത്താണ് ഒരാഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞാണ് പിന്നെ തിരുവല്ലയിലേക്കാകുന്നത്. നാളെ മുതൽ രാവിലെ ഈ ചെറുക്കനെയും കുഞ്ഞുവാവയും കൊണ്ട് നമ്മൾ ചെറുക്കൻ പറഞ്ഞോളൂ ചെറുക്കാൻ വിളിക്കുന്നത്. നമുക്ക് ആകെ ഒരു ചെറുക്കൻ കൊച്ചുള്ളത്, അവനെ നമ്മളെ ചെറുക്കൻ കൊച്ചേന്ന് വേണം വിളിക്കാനായിട്ട്. കേശു കുഞ്ഞിനെ കൊണ്ട് നാളത്തെ ദിവസം എന്തോ ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോൾ 5 മണിയാകുമ്പോൾ 5:15 നമ്മൾ പോയി കഴിഞ്ഞ് ഇവിടെ 8:30 വരുള്ളൂ രാത്രിക്ക്. അത്രയും സമയം നമ്മൾ യുദ്ധമായിരിക്കും ഇവിടെ. പിന്നെ ചോറൊക്കെ ഉണ്ടോ എല്ലാവരും? എന്തൊക്കെ കറികളൊക്കെ തന്നെ എന്തൊക്കെയുണ്ട്? വേറെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ കൊണ്ട് പറയണം. ഞങ്ങളുടെ വിശേഷങ്ങൾ കണ്ടായിരുന്നല്ലോ. വീടിൻ്റെ കട്ടള വെയ്യും കഴിഞ്ഞു, വീട് കെട്ടി, ജനൽ നിരപ്പായെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല, ഇടയ്ക്കൊന്ന് പോയി നോക്കണം. കൊച്ചി ഇന്നലെയും പോയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. നമുക്ക് ചോറെടുക്കാം. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കറിയൊന്നും വെച്ചില്ല, എന്നും കറി വെച്ച് കളയുക. എന്നാൽ പിന്നെ എന്തിനാ ഒരുപാട് കറികളൊക്കെ വെക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ ചോറെടുത്തു. അച്ഛനും ചെറുക്കനും കൂടെ ഭയങ്കര ബഹളമാണ് കൊച്ചുമായിട്ട്, ഭയങ്കര കളിയാണ്. പിന്നെ നമ്മളിതേ ഇന്നലെ ദേവുവിൻ്റെ വീട്ടിൽ നിന്നൊരു ചക്ക കൊണ്ടുവന്നായിരുന്നു. അത് ഞാൻ വേവിച്ച് മുമ്പ് ദേവുവിൻ്റെ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ ഇച്ചിരി കൊടുത്തു വിട്ടു കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ നമുക്കുള്ള വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ചക്കയുണ്ട് ഇന്ന് വേവിച്ചത്. നാളെ തിന്നാൻ കാണും, ഫ്രിഡ്ജിലോട്ട് വെക്കാം. പിന്നെ മീൻകറി പാത്രത്തിൽ അച്ഛനെടുക്കുന്ന ഇഷ്ടം. അച്ഛന് കഴുകിയിട്ടെടുക്കമ്മേ. നമ്മൾ ഇപ്പം കഴുകി വെച്ചതാണോ? പിന്നെ നീ കഴുകാൻ എന്നോട് എല്ലാവരും പറയൂ. അങ്ങനെയൊന്നും ഇല്ല, നമ്മുടെ ഇതല്ലേ. ഇപ്പം കഷ്ണം മീൻ മേടിച്ചതേ കറി വെച്ചേക്കുന്നുണ്ട്. നല്ല വറ്റക്കറിയാണേ. വറ്റ കറി വെച്ചതുണ്ട്. നമുക്ക് ഈ ഒറ്റ കറിയേ ഉള്ളൂ, എന്നും കറി. ഈ ഒരു കറി ഉള്ളെന്ന് പറഞ്ഞാലും കറി അച്ചാറൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. തൈരോ അച്ചാറ്, സാമ്പാറ്, അച്ചാറ് ഒക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇപ്പം ചക്ക ഉണ്ടെങ്കിൽ ചക്കയ്ക്ക് പിന്നെ മീൻകറി ചോറ് ഇത് മതി. നമുക്ക് ഒരുപാടൊന്നും നമുക്കൊന്നും വേണ്ട. ഒത്തിരി വെച്ചാലും ആരും കഴിക്കത്തില്ല. എന്നാൽ പിന്നെ വെറുതെ വെച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇന്നതേ നമുക്കിന്ന് ഇത് അച്ഛനെ കൊണ്ട് കൊടുക്കാൻ പോവാണേ. ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വിഭവമാണ് ചക്ക വേവിച്ചത്. ഇതേ നല്ല മുളകിട്ട മീൻകറിയുണ്ട്, ചോറുണ്ട്. ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ. കൊണ്ട് എല്ലാവരും ഓടിവായോ ചോർണം.